ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കണ്ണിമാങ്ങ അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ വെള്ളമെല്ലാം ഞാൻ ഊറ്റി കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളയരുത്. വെള്ളത്തിൽ തന്നെ വേണം ഇടാനായിട്ട്. എനിക്കിപ്പം ഊറ്റിക്കളഞ്ഞതാണ്. ഞാൻ തന്നെയല്ല, ഇത് സാദാ വെള്ളത്തിലാണ് ഞാൻ ഇട്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വച്ചിട്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടുക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. എന്നുവെച്ചാൽ കടുകും ഉലുവയും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ നമ്മുടെ മാങ്ങയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് ഫ്രൈ ചെയ്യിച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നാൽ ഇതിപ്പോൾ എനിക്ക് മാങ്ങയുടെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാങ്ങ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് അതിനകത്താണ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞത്. സാധാരണഗതിയിൽ കണ്ണിമാങ്ങ നമ്മൾ ഉപ്പ് വരലിനകത്താണ് ഇട്ട് വെക്കാറ്. ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയരുത്. അതിനകത്ത് തന്നെ വേണം നമ്മൾ അച്ചാറിടാൻ. എന്നാൽ അച്ചാർ കേടുകൂടാതിരിക്കും. ഇത് ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാങ്ങ നന്നായിട്ട് തോത്തിയെടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ കണ്ണിമാങ്ങ ശരിക്കും അച്ചാറിടുന്നത് നമ്മൾ ഉപ്പ് വരലൊക്കെ ഇട്ട് മാങ്ങ 2-3 ആഴ്ചയൊക്കെ ഇങ്ങനെ വച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അച്ചാറിടാനായിട്ട് എടുക്കാറ്. ഇത് 1 വർഷമായ മാങ്ങയാണ്, കേടൊന്നും വന്നിട്ടില്ല, നല്ല മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വെള്ളം ചിലപ്പോൾ നമ്മൾ ഇരുന്നാൽ ചീത്തയായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഊറ്റിക്കളഞ്ഞത്. നമ്മുടെ ഉലുവയും കടുവൊക്കെ നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വറുത്ത് വെച്ചിരുന്ന ഉലുവയും കടുവും കൂടെ ഒന്ന് പൊടിച്ചു, എന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ നന്നായിട്ട് പൊടിച്ചിട്ടില്ല. അടുപ്പിലൊരു പാത്രം വെക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. നല്ലെണ്ണയിൽ നമുക്ക് അച്ചാറിടാവുന്നതാണ്. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിലും ഇട്ടിരുന്നാലും നല്ലതാണ്. കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നല്ലെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയും കടുവും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. എന്നാലും എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വച്ചിട്ടേ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ. പൊടികളെല്ലാം ആഡ് ചെയ്യാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് എണ്ണയിലൊന്ന് ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചൂടായി ഒന്ന് മൂത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂണോളം അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ മാങ്ങയിലും വെള്ളത്തിന്റെ അംശം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങയും കൂടി ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് അതിനകത്തൊന്ന് മസാലയെല്ലാം ഒന്ന് പിടിപ്പിച്ച് അതിനുശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യണം. മാങ്ങയിൽ മാത്രമേ ഉപ്പുള്ളൂ. നമ്മൾ മാങ്ങയുടെ വെള്ളത്തിലാണ്
അച്ചാർ ഇടുന്നതെങ്കിൽ ഓൾറെഡി വെള്ളത്തിന് ഉപ്പുണ്ട്, അപ്പൊ നമുക്ക് മസാലയ്ക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് മാങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ എടുക്കുന്ന മാങ്ങ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും. നന്നായിട്ട് മസാലയെല്ലാം മാങ്ങയിൽ പിടിച്ച് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും കമൻ്റായിട്ട് നിങ്ങൾ പറയുക. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട്